ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അധിക സീറ്റ് വേണമെന്ന ഘടകകക്ഷികളുടെ ആവശ്യത്തിൽ സമവായ ശ്രമവുമായി കോൺഗ്രസ്. കെപിസിസി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പാണക്കാടെത്തി ഹൈദരലി ശിഹാബ് തങ്ങളുമായി ചർച്ച നടത്തി. 3 സീറ്റെന്ന ആവശ്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് ലീഗ് അറിയിച്ചു. ലീഗിന്റെ ഉന്നതാധികാര സമിതി യോഗം പാണക്കാട് നേരത്തെ ആരംഭിച്ചിരുന്നു. ഇപ്പോൾ കെ.ടി. സ്വാലിഹ് ചേരുന്നുണ്ട്. സ്വാലിഹ്, നിർണായകമായ ഒരു യോഗമാണ്. ഏതെങ്കിലും തീരുമാനങ്ങൾ നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നുണ്ടോ? യോഗം തുടരുകയാണോ? ആനന്ദ്, യോഗം ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു. മുസ്ലിം ലീഗ് ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോഴും ശക്തമായി 3ാം സീറ്റ് എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഏതായാലും ലീഗിന്റെ തീരുമാനം UDF-ൽ അറിയിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഉന്നതാധികാര സമിതി യോഗത്തിന് തൊട്ടു മുൻപായാണ് KPCC അധ്യക്ഷൻ പാണക്കാടെത്തി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഹൈദരലി ശിഹാബ് തങ്ങളുമായി അദ്ദേഹം സമവായ ചർച്ച നടത്തിയിരുന്നു. എന്നാൽ ജനമഹായാത്രയ്ക്ക് പിന്തുണ തേടിയാണ് ഇവിടെ എത്തിയത് എന്നായിരുന്നു മുല്ലപ്പള്ളി മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. സീറ്റ് വിഭജനം സംബന്ധിച്ച് ഉഭയകക്ഷി ചർച്ചയിലെടുക്കേണ്ട നിലപാട് സ്വീകരിക്കാനാണ് ഇന്ന് യോഗം ചേരുന്നതെന്ന് നേതാക്കൾ അറിയിച്ചിരുന്നു. ആ യോഗം ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. PK കുഞ്ഞാലിക്കുട്ടി, G.K. മുഹമ്മദ് ബഷീർ, PV അബ്ദുൽ വഹാബ് MP, സംസ്ഥാന ജനറൽ സെക്രട്ടറി KP മജീദ്, MK മുനീർ തുടങ്ങിയവരെല്ലാം ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആനന്ദ്, ശരി, കെ.ടി. സ്വാലിഹാണ് വിശദാംശങ്ങൾ നൽകിയത്. 3ാം സീറ്റ് എന്ന ലീഗ് ആവശ്യത്തെ തള്ളി കെ മുരളീധരൻ. സീറ്റ് ചോദിക്കുന്നതിൽ തെറ്റില്ല, ലീഗിന് നേരത്തെയും അധിക സീറ്റ് നൽകിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ സാഹചര്യം വേറെയാണ്. ഏറ്റവും വലിയ ഒറ്റകക്ഷിയെയാണ് സർക്കാർ ഉണ്ടാക്കാൻ ക്ഷണിക്കുക. അതുകൊണ്ട് കോൺഗ്രസിന് 1ാമത്തെ കക്ഷി ആവേണ്ടതുണ്ടെന്നും മുരളീധരൻ കോഴിക്കോട് പ്രതികരിച്ചു. സീറ്റ് കൂടുതൽ ചോദിക്കുന്നതിൽ തെറ്റില്ല, മുമ്പ് കോൺഗ്രസ് കൊടുത്തിട്ടുമുണ്ട്. പക്ഷെ ഇപ്പോൾ വന്നൊരു സാഹചര്യം എന്ന് പറയുന്നത് ഏറ്റവും വലിയ കക്ഷിനെയാണ് സ്വാഭാവികമായിട്ടും ഇലക്ഷൻ കഴിഞ്ഞാൽ രാഷ്ട്രപതി ഗവൺമെൻറ് ഉണ്ടാക്കാൻ ക്ഷണിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലാണ് കോൺഗ്രസ് 1ാമത്തെ കക്ഷിയായിട്ട് വന്നാൽ മാത്രമേ ഏറ്റവും വലിയ കക്ഷി എന്ന നിലയ്ക്ക് ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാൻ ക്ഷണിക്കുള്ളൂ. കോൺഗ്രസ്സിന് കൂടുതൽ സീറ്റുകൾ ലഭ്യമാക്കാൻ ഏറ്റവും സഹായിക്കുന്നൊരു സംസ്ഥാനം കേരളമാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ ഒരു പ്രയാസം എന്ന് പറയുന്നത്. പക്ഷെ അതൊക്കെ പരസ്പര ചർച്ചയിലൂടെ ഞങ്ങൾ പരിഹരിക്കും. രാജ്യത്ത് മതനിരപേക്ഷ സർക്കാർ അധികാരത്തിൽ വരണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. അവർ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ആകണം. ജനാധിപത്യം സംരക്ഷിച്ചില്ലെങ്കിൽ ഇടപെടുമെന്നും എന്നാൽ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ ഉദ്ദേശമില്ലെന്നും കാന്തപുരം കോഴിക്കോട് പ്രതികരിച്ചു. എല്ലാ രാഷ്ട്രീയ വിഭാഗവും അംഗീകരിക്കുന്നതാണ് ജനാധിപത്യ രാഷ്ട്രം ഇവിടെ കെട്ടിപ്പടുക്കണം. ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ ഒരു ഭരണം ഇവിടെ നിലനിൽക്കണം. ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ലാത്തത് കൊണ്ട് അങ്ങനെ ഇടപെടാവുന്നതാണല്ലോ. രാഷ്ട്രീയമുള്ള ആളുകൾക്ക് അത് സാധിക്കില്ല. അവർക്ക് അവരെ പാർട്ടി നോക്കണം. ഞങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടിയില്ല, ഉണ്ടാക്കാൻ ഉദ്ദേശവും ഇല്ല. സംസ്ഥാന പോലീസിൽ വൻ അഴിച്ചുപണി. 63 DYSP-മാർക്കും 11 ASP-മാർക്കും സ്ഥലമാറ്റം. സർക്കിൾ ഇൻസ്പെക്ടർമാർക്ക് സ്ഥാനക്കയറ്റത്തോടെ പുനർനിയമനം. അച്ചടക്ക നടപടി നേരിട്ട 11 DYSP-മാരെ CI-മാരായി തരം താഴ്ത്തിയും പുനർനിയമനം ഉണ്ടായി. ശാസ്ത്രബോധത്തെ യുക്തിരഹിതമാക്കാൻ രാജ്യത്ത് ശ്രമം നടക്കുന്നതായി മുഖ്യമന്ത്രി. ശാസ്ത്രത്തെ ഹൈന്ദവവൽക്കരിക്കാനും അന്ധവിശ്വാസം വളർത്താനും ശ്രമം. പ്രളയത്തിൽ നഷ്ടപ്പെട്ട ജൈവസമ്പത്ത് തിരിച്ചു പിടിക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അക്ഷയതൃതീയ, മാന്ത്രിക ഏലസ്, ബാധ ഒഴിപ്പിക്കൽ, കമ്പ്യൂട്ടർ ജാതകം, ഓജാ ബോർഡ്, ഫെങ്ഷൂയി, ഇങ്ങനെ പലതും നമ്മുടെ നാട്ടിലും പറന്നു പിടിക്കുകയാണ്. നമ്മുടെ നാട് പുലർത്തിപ്പോന്നിരുന്ന ശാസ്ത്രബോധവും യുക്തിചിന്തയും എവിടെയോ വെച്ച് കൈമോശം വന്നിട്ടുണ്ട്. ശാസ്ത്രാവബോധമുള്ള തലമുറ ഏതൊരു നാടിൻ്റെയും സമ്പത്താണ്. അവർക്ക് മാത്രമേ നാടിനെ പുരോഗതിയിലേക്ക് നയിക്കാനാവൂ. CPIM സംസ്ഥാന കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് ചേരുന്നു. ഫെബ്രുവരി 14-ന് LDF-ന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന കേരള സംരക്ഷണ യാത്രയെ സംബന്ധിച്ച് യോഗം ചർച്ച ചെയ്യും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച പ്രാഥമികമായ ചർച്ചകളും യോഗത്തിൽ ഉണ്ടാകും.
ഭീമ കൊറേഗാവ് സംഘർഷവുമായി ബന്ധപ്പെട്ട് പ്രമുഖ ദളിത് ചിന്തകൻ ആനന്ദ് തെൽതുംദെയെ അറസ്റ്റ് ചെയ്തു. ഇന്ന് പുലർച്ചെ 4 മണിയോടെ മുംബൈ വിമാനത്താവളത്തിൽ വെച്ചായിരുന്നു അറസ്റ്റ്. അറസ്റ്റിന് സുപ്രീം കോടതി വിലക്ക് നിലനിൽക്കെയാണ് നടപടിയെന്ന് തെൽതുംദെയുടെ അഭിഭാഷകൻ ആരോപിച്ചു. ഭീമ കൊറേഗാവ് സംഘർഷത്തിനിടയാക്കിയ 2017 എൽഗർ പരിഷത്ത് യോഗവുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ചാണ് പ്രമുഖ ദളിത് ഇടതു ചിന്തകനായ ആനന്ദ് തെൽതുംദെയെ പുനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പുലർച്ചെ മുംബൈ വിമാനത്താവളത്തിൽ വച്ചായിരുന്നു അറസ്റ്റ് പുനെ പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ ശിവാജി പവാർ സ്ഥിരീകരിച്ചു. തെൽതുംദെയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്നലെ പൂനെ സെഷൻസ് കോടതി തള്ളിയിരുന്നു. നിരോധിത സംഘടനയായ CPI മാവോയിസ്റ്റുമായി ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന രേഖകളുണ്ടെന്നും അന്വേഷണം നിർണായക ഘട്ടത്തിലാണെന്നും ജാമ്യാപേക്ഷ നിരസിച്ച കോടതി നിരീക്ഷിച്ചിരുന്നു. എന്നാൽ ഫെബ്രുവരി 11 വരെ തെൽതുംദെയെ അറസ്റ്റ് ചെയ്യുന്നതിന് സുപ്രീം കോടതി ഏർപ്പെടുത്തിയ വിലക്ക് പോലീസ് ലംഘിച്ചതായി അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ പറയുന്നു. ചില മാധ്യമങ്ങൾ കെട്ടിച്ചമച്ച വ്യാജ കത്തുകളുടെ അടിസ്ഥാനത്തിലാണ് തനിക്ക് മാവോയിസ്റ്റ് ബന്ധമുണ്ടെന്ന ആരോപണമെന്ന് തെൽതുംദെയുടെ വിശദീകരണം. നോം ചോസ്കി അടക്കമുള്ള അന്താരാഷ്ട്ര അക്കാദമി വിദഗ്ധർ തെൽതുംദെയെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് ഐക്യരാഷ്ട്രസഭയ്ക്ക് കത്തയച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. CBI ഡയറക്ടർ സ്ഥാനത്തേക്ക് 3 പേർ പരിഗണനയിൽ. രജനീകാന്ത് മിശ്ര, ജാവിദ് അഹമ്മദ്, SS ദേശ്വാൾ എന്നിവരാണ് അന്തിമ പട്ടികയിൽ ഇടം നേടിയത്. സുപ്രീം കോടതി നിർദ്ദേശം ഉള്ളതിനാൽ ഇന്ന് തന്നെ സെലക്ഷൻ കമ്മിറ്റി യോഗം ചേർന്ന് ഡയറക്ടർ നിയമനത്തിൽ തീരുമാനമെടുത്തേക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ ഇന്നലെ ചേർന്ന സെലക്ഷൻ കമ്മിറ്റി യോഗമാണ് CBI ഡയറക്ടർ സ്ഥാനത്തേക്ക് 3 പേരുടെ അന്തിമ പട്ടിക തയ്യാറാക്കിയത്. 1984 ഉത്തർപ്രദേശ് കേഡറിലെ ജാവീദ് അഹമ്മദ്, അതേ ബാച്ചിലെ രജനീകാന്ത് മിശ്ര, ഹരിയാന കേഡറിലെ SS ദേശ്വാൾ എന്നിവരാണ് അന്തിമ പട്ടികയിലുള്ളത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിമിനോളജി ആൻഡ് ഫോറൻസിക് സയൻസ് തലവനായ ജാവീദ് അഹമ്മദിനെ യോഗത്തിൽ കോൺഗ്രസ് ലോക്സഭാ കക്ഷി നേതാവ് മല്ലികാർജ്ജുന ഖാർഗെ പിന്തുണച്ചു. എന്നാൽ BSF ചീഫായ രജനീകാന്ത് മിശ്രയ്ക്കായിരുന്നു പ്രധാനമന്ത്രിയുടെ പിന്തുണ. ഒടുവിൽ ഇന്നലെ രാത്രി ഏറെ വൈകിയും തീരുമാനമാകാതെ യോഗം പിരിയുകയായിരുന്നു. ഡയറക്ടർ നിയമനത്തിൽ സെലക്ഷൻ കമ്മിറ്റിയിലെ 3ാമത്തെ അംഗം ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയുടെ നിലപാട് നിർണായകമാകും. CBI പോലൊരു സ്ഥാപനത്തിന്റെ ഡയറക്ടർ സ്ഥാനത്ത് നിയമനം വൈകുന്നത് ശരിയല്ലെന്നും ഉടൻ നിയമനം വേണമെന്നും സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ ഇന്ന് തന്നെ വീണ്ടും സെലക്ഷൻ കമ്മിറ്റി യോഗം ചേർന്ന് തീരുമാനമെടുത്തേക്കും. തന്റെ ആവശ്യം നിരസിച്ചാൽ ഖാർഗെ യോഗത്തിൽ വിയോജനക്കുറിപ്പ് നൽകും. അലോക് വർമ്മയെ CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയ ജനുവരി 10 മുതൽ ഡയറക്ടർ സ്ഥാനം ഒഴിഞ്ഞുകിടക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. കേന്ദ്ര ബജറ്റിലെ ആദായ നികുതി ഇളവുകൾ ഭൂരിഭാഗം പേർക്കും പ്രയോജനപ്പെടുന്നതല്ലെന്ന് സാമ്പത്തിക നിയമ വിദഗ്ധർ പറയുന്നു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പാർലമെന്റിൽ അവതരിപ്പിച്ച ബജറ്റിൽ നികുതി ഘടനയിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ലെന്നും ഈ രംഗത്തുള്ളവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 5 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് 2500 രൂപ വരെ നൽകിയിരുന്ന ടാക്സ് റിബേറ്റ് 12500 രൂപയായി ഉയർത്തുക മാത്രമാണ് ചെയ്തിരിക്കുന്നതെന്നും സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. കേന്ദ്ര ബജറ്റിൽ വൻ ആദായ നികുതി ഇളവുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന അവകാശവാദത്തിൽ കഴമ്പില്ലെന്നാണ് സാമ്പത്തിക നിയമ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ആദായ നികുതി വകുപ്പിലെ 87A അനുസരിച്ച് 5 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് നിലവിൽ 2500 രൂപ വരെ ടാക്സ് റിബേറ്റ് അനുവദിച്ചിരുന്നു. അത് 12500 രൂപയാക്കി ഉയർത്തുക മാത്രമാണ് ബജറ്റിൽ ചെയ്തിരിക്കുന്നത്. അതാകട്ടെ 5 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ളവർക്ക് മാത്രമാണ് ബാധകം. 5 ലക്ഷത്തേക്കാൾ 1 രൂപ അധിക വരുമാനമുണ്ടായാൽ മുൻ നിശ്ചയിക്കപ്പെട്ട നികുതി കൃത്യമായി നൽകേണ്ടി വരുമെന്ന് സാമ്പത്തിക നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് KS ഹരിഹരൻ ചൂണ്ടിക്കാട്ടുന്നു. 4,90,000 രൂപ ഇൻകമായി നിശ്ചയിച്ച ഒരു വ്യക്തി ഒരു പക്ഷേ അദ്ദേഹത്തിന് ഏതെങ്കിലും ബാങ്ക് ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ക്രെഡിറ്റോ ഒരു 12,000 രൂപ അല്ലെങ്കിൽ 10,100 രൂപ എപ്പോഴെങ്കിലും കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെ 5ന്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അദ്ദേഹത്തിന്റെ റിബേറ്റ് പോയി. മൊത്തം തുകയ്ക്ക് 2.5 ലക്ഷത്തിന് മുകളിൽ വരുന്ന തുകയ്ക്ക് മൊത്തം ടാക്സ് കൊടുക്കേണ്ടി വരുന്നു. നികുതി ഒടുക്കേണ്ടി വരുന്നില്ലെങ്കിലും 2.5 ലക്ഷത്തിലേറെ വരുമാനമുള്ളവർ നേരത്തെ ഉള്ളതുപോലെ റിട്ടേൺ ഫയൽ ചെയ്യണം എന്നതിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഇടത്തരക്കാർക്ക് മാത്രം ഇളവുകൾ ആശ്വാസം പകരുമെങ്കിലും 5 ലക്ഷത്തിൽ കൂടുതൽ വരുമാനമുള്ളവർക്ക് മുൻപ് ഏർപ്പെടുത്തിയ നികുതി നിരക്ക് ഇനിയും തുടരേണ്ടി വരും. അതായത് 5 മുതൽ 10 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് 20%, 10 ലക്ഷത്തിന് മുകളിലുള്ളവർക്ക് 30% എന്ന നികുതി ഘടനയിൽ മാറ്റമില്ലെന്നർത്ഥം. ചുരുക്കത്തിൽ 5 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ളവർക്ക് 12,500 രൂപയുടെ നികുതി ബാധ്യത ഒഴിവായിരിക്കുന്നു എന്നത് മാത്രമാണ് ബജറ്റിലെ ഏക ഗുണമെന്നും സാമ്പത്തിക വിദഗ്ധർ വ്യക്തമാക്കുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സ്വാഗതാർഹമെന്ന് സംസ്ഥാന ചെറുകിട വ്യവസായ അസോസിയേഷൻ. ചെറുകിട വ്യവസായത്തെ നല്ല നിലയിൽ പരിഗണിക്കുന്നതാണ് ബജറ്റ് പ്രഖ്യാപനങ്ങൾ. ഇവ സമയബന്ധിതമായി നടപ്പാക്കാൻ ശ്രമം ഉണ്ടാകണമെന്ന് കേരള ചെറുകിട വ്യവസായ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റും ഹാപ്പി ഗ്രൂപ്പ് ഓഫ് കമ്പനി MD യുമായ M. ഖാലിദ് കോഴിക്കോട് അഭിപ്രായപ്പെട്ടു.
ധനകാര്യ വകുപ്പ് മന്ത്രി അവതരിപ്പിച്ചിരിക്കുന്ന ബഡ്ജറ്റ് കേരള സംസ്ഥാനത്ത് ചെറുകിട വ്യവസായങ്ങൾക്ക് വൻ വളർച്ചയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കേരള സംസ്ഥാന ചെറുകിട വ്യവസായ അസോസിയേഷൻ വിലയിരുത്തുന്നത്. 1550 കോടി മുതൽ മുടക്കുള്ള 16,000 MSME യൂണിറ്റുകൾ തുടങ്ങുമെന്നും അതുകൊണ്ട് തന്നെ 55,000 തൊഴിൽ മേഖല 55,000 തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു തൊഴിൽ മേഖലക്ക് വളർച്ചയുണ്ടാവുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ചെറുകിട വ്യവസായത്തിന് പ്രത്യേകമായി 163 കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. അത് പ്രധാനമായും ചെറുകിട വ്യവസായങ്ങളുള്ള പാർക്കുകളുടെ അടിസ്ഥാന വികസനത്തിന് വേണ്ടിയാണ് ആ പണം വകയിരുത്തിയിരിക്കുന്നതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. 6,700 ഏക്കർ സ്ഥലം വ്യവസായ പാർക്കുകൾക്ക് വേണ്ടി എടുക്കുമെന്ന് ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്നു. അതിനുവേണ്ടി ഫണ്ട് 15,600 കോടി രൂപ കിഫ്ബിയിൽ നിന്നും നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാസർഗോഡ് പിലിക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ ഊർജ്ജയാനം പദ്ധതി ഇനി കേരളത്തിന്റെയും പദ്ധതി. ഫിലമെന്റ് രഹിത സംസ്ഥാനമാകാൻ വീടുകളിലും സ്ഥാപനങ്ങളിലും LED ബൾബുകൾ നൽകുന്ന പദ്ധതി സംസ്ഥാന ബജറ്റിൽ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് ഉൾച്ചേർത്തിട്ടുണ്ട്. രാജ്യത്തെ ആദ്യ ഫിലമെന്റ് രഹിത ഗ്രാമപഞ്ചായത്താണ് പിലിക്കോട്. ഊർജ്ജ പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിനും വൈദ്യുത ഉപയോഗം കുറയ്ക്കുന്നതിനും കാസർഗോഡ് ജില്ലയിലെ പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കിയ പദ്ധതിയാണ് ഊർജ്ജയാനം. രാജ്യത്തെ പ്രഥമ ഫിലമെന്റ് രഹിത ഗ്രാമപഞ്ചായത്ത് കൂടിയാണ് ഇപ്പോൾ പിലിക്കോട്. പൊതുസ്ഥാപനങ്ങളിൽ സോളാർ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചും പൊതുവിടങ്ങളിലും വീടുകളിലും LED ബൾബുകൾ സ്ഥാപിച്ചുമാണ് ഊർജ്ജ ഉപയോഗം ഗണ്യമായി കുറച്ചത്. 2016-17 വർഷത്തിൽ ഇതുവഴി 1,01,196 യൂണിറ്റ് വൈദ്യുതിയുടെ ഉപയോഗമാണ് കുറയ്ക്കുവാൻ വേണ്ടി പഞ്ചായത്തിൽ സാധിച്ചത്. ഈ മാതൃകാ പദ്ധതി കേരളത്തിന്റെ പദ്ധതിയാക്കി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചതിലുള്ള സന്തോഷത്തിലാണ് പിലിക്കോട്ടെ ജനങ്ങൾ. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV ശ്രീധരൻ. ഊർജ്ജക്ഷമത കുറഞ്ഞ വൈദ്യുത ഉപകരണങ്ങളും വൈദ്യുത ദീപങ്ങളും മാറ്റി ഊർജ്ജക്ഷമത കൂടിയ വൈദ്യുത ഉപകരണങ്ങളും മാറ്റുന്നതിന് ജനകീയമായ ഒരു സംരംഭമാണിത്. വലിയ തോതിൽ വൈദ്യുത ഊർജ്ജം ലാഭിക്കാൻ കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായി പഞ്ചായത്തിന് സംസ്ഥാനത്തിന്റെ ഊർജ്ജ സംരക്ഷണ അവാർഡ് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരള ഗവൺമെന്റ് 2019-20 വാർഷിക ബഡ്ജറ്റിൽ പിലിക്കോടിന്റെ മാതൃകയെ അംഗീകരിക്കുകയും അത് കേരളത്തിലാകമാനം പ്രാവർത്തികമാക്കാൻ തയ്യാറായതും നമുക്ക് ആത്മവിശ്വാസവും പ്രചോദനം നൽകുന്നുണ്ട്. LDF നേതൃത്വത്തിലുള്ള പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് ജനപങ്കാളിത്തത്തോടെയാണ് ഊർജ്ജയാനം പദ്ധതി വിജയകരമായി നടപ്പാക്കിയത്. എനർജി മാനേജ്മെന്റ് സെന്റർ, അനർട്ട് എന്നിവയുടെയും സഹകരണം ലഭിച്ചു. പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് വൈദ്യുതി മന്ത്രി MM മണിയാണ്. ഊർജ്ജയാനം പദ്ധതി സംസ്ഥാന വ്യാപകമായി നടപ്പാക്കുമെന്ന് ബഡ്ജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കും പ്രഖ്യാപിച്ചു. പിലിക്കോടിനെ രാജ്യത്തെ പ്രഥമ ഫിലമെന്റ് രഹിത ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഒരിടവേള. സമസ്ത മേഖലയിലും കേരളത്തെ പിന്നോട്ടടിക്കാനുള്ള കേന്ദ്ര സർക്കാർ നിലപാടിന്റെ നേർക്കാഴ്ചയാണ് കേരളത്തെ സംബന്ധിച്ച് മോദി സർക്കാരിന്റെ 2019 ബജറ്റ്. സംസ്ഥാനത്തിന്റെ 7 വർഷത്തെ ആവശ്യമായ കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിയും എയിംസും ബജറ്റ് തമസ്കരിച്ചു. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ നടപടിയില്ലാത്തത് ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തെ പ്രതികൂലമായി ബാധിക്കും. അൽഫോൺസ് കണ്ണന്താനം അടക്കം സർക്കാരിലും BJPയിലും 4 പ്രതിനിധികൾ ഉണ്ടായിട്ടും പ്രളയാനന്തര പുനർനിർമ്മാണത്തിന് പ്രത്യേക പാക്കേജ് എന്ന ആവശ്യം ഉൾപ്പെടെയുള്ള എല്ലാം മോദി സർക്കാർ തള്ളിക്കളഞ്ഞു. പ്രളയത്തിൽ തകർന്നടിഞ്ഞ കേരളത്തോടും മലയാളികളോടും കേന്ദ്ര സർക്കാരിനുള്ള മനോഭാവത്തിന് ഇനിയും മാറ്റമുണ്ടായിട്ടില്ല എന്നതിന്റെ നേർക്കാഴ്ചയായി 2019 പൊതു ബഡ്ജറ്റ്. ഒരു മന്ത്രിയടക്കം 4 മലയാളികൾ സർക്കാരിലും BJPയിലും സ്വാധീന ശക്തിയായി ഉണ്ടായിട്ടും കേരളത്തിന് കാര്യമായ ഒന്നും ലഭിച്ചില്ല എന്ന യാഥാർത്ഥ്യമാണ് മലയാളികൾ തിരിച്ചറിയുന്നത്. പ്രഖ്യാപിച്ച വലിയ പദ്ധതികളിൽ ഒന്നും കേരളം ഉൾപ്പെട്ടില്ല. മാത്രമല്ല, വർഷങ്ങളായി കേരളം ഉന്നയിക്കുന്ന എയിംസ് എന്ന ആവശ്യവും മോദി സർക്കാർ നിരാകരിച്ചു. കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിയെക്കുറിച്ച് ബഡ്ജറ്റ് നിശബ്ദത പാലിച്ചു. പൊതുമേഖലാ സ്ഥാപനമായ FACTക്കും IREക്കും ഒരു തുക പോലും ബഡ്ജറ്റിൽ മാറ്റിവെച്ചില്ല. നികുതി ഇനത്തിൽ വലിയ നഷ്ടമാണ് സംസ്ഥാനം ഇനി നേരിടാൻ പോകുന്നത്. 26,639 കോടിയുടെ കുറവിന് പുറമെ 38,205 കോടി GST കോമ്പൻസേഷൻ കുറവ് വരുത്തുകയും ചെയ്തു. പ്രളയാനന്തര പുനർനിർമ്മാണത്തിനായി കേരളം ആവശ്യപ്പെട്ട പ്രത്യേക പാക്കേജ് എന്ന ആവശ്യം കേന്ദ്രം നിർദാക്ഷിണ്യം തള്ളിക്കളഞ്ഞു.
സാധാരണക്കാരന് തൊഴിൽ ലഭ്യമാക്കാൻ രൂപീകരിച്ച ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ 100 തൊഴിൽ ദിനങ്ങളും ഉറപ്പുവരുത്താൻ ഈ ബഡ്ജറ്റിനായില്ല. ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തെ സംബന്ധിച്ച് വിലക്കയറ്റത്തിന് കടിഞ്ഞാണിടാനുള്ള നടപടികൾ ബഡ്ജറ്റിൽ ഇല്ല എന്നതും സാധാരണ ജനങ്ങളെ വലിയ തോതിൽ ബാധിക്കുക തന്നെ ചെയ്യും. പെട്രോളിന്റെയും ഡീസലിന്റെയും വില നിയന്ത്രിക്കാൻ നടപടിയില്ലാത്തതും സാധാരണക്കാരന്റെ കുടുംബ ബഡ്ജറ്റ് അവതാളത്തിലാക്കും. ഇതിനു പുറമെ പാചകവാതത്തിന്റെ തീവില നിയന്ത്രിക്കാനും ബഡ്ജറ്റ് തയ്യാറായില്ല. പൊതുവിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ ബഡ്ജറ്റ് സംസ്ഥാനത്തെ സംബന്ധിച്ച് ഒന്നും ലഭിച്ചില്ല എന്നതിലുപരി ഉണ്ടായിരുന്നതുകൂടി ഇല്ലാതാക്കി എന്നതാണ് യാഥാർത്ഥ്യം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വയനാട്ടിലെ 3 അതിർത്തിയോട് ചേർന്ന കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ 4 നിയമസഭാ മണ്ഡലങ്ങളും ഉൾക്കൊള്ളുന്നതാണ് വയനാട് ലോക്സഭാ മണ്ഡലം. മണ്ഡല രൂപീകരണത്തിന് ശേഷം 2 തവണയും UDF-നാണ് ഇവിടെ ജയം. 2014-ൽ UDF ഭൂരിപക്ഷം കുത്തനെ ഇടിഞ്ഞു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ മണ്ഡലത്തിന് കീഴിലെ 3 മണ്ഡലത്തിൽ മാത്രമാണ് UDF-ന് ജയിക്കാൻ സാധിച്ചത്. മാറിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ LDF-ന് പ്രതീക്ഷ നൽകുന്നു എന്നാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിനെ സംബന്ധിക്കുന്ന LDF-ന്റെ പ്രതീക്ഷ. 2009-ൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-നെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിന് വിജയിപ്പിച്ച മണ്ഡലമാണ് വയനാട്. UDF സ്ഥാനാർത്ഥി MA ഷനവാസ് 1,53,439 വോട്ടിന്റെ വൻ ഭൂരിപക്ഷം നേടി വിജയിച്ചു. എന്നാൽ 2014-ലാവട്ടെ 20,870 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് നേടാനായത്. CPI-യിലെ സത്യൻ മൊഗേരിയായിരുന്നു എതിർ സ്ഥാനാർത്ഥി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 4-ലും LDF-നായിരുന്നു വിജയം. വീരേന്ദ്രകുമാർ ഇടതുപാളയത്തിലേക്ക് തിരിച്ചെത്തിയതും LDF-ന് പ്രതീക്ഷ നൽകുന്നു. ഇത്തരത്തിൽ രാഷ്ട്രീയ സാഹചര്യം ആകെ മാറി. വയനാട് LDF-ന് പിടിച്ചെടുക്കാനാവുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണെന്ന നിലയിലേക്കെത്തി കാര്യങ്ങൾ. ഷാനവാസ് ഫസ്റ്റ് സമയത്ത് മത്സരിച്ച ഭൂരിപക്ഷം പിന്നീട് വളരെ കുറവായിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന് മുന്നേറാൻ സാധിച്ചിട്ടുണ്ട്. തിരിച്ചുപിടിക്കാൻ കഴിവുണ്ട് LDF-ന് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ എന്നാണ് ഇപ്പോൾ മൊത്തത്തിൽ തോന്നുന്നൊരു അഭിപ്രായം. നിലവിലെ സാഹചര്യത്തിൽ മണ്ഡലത്തിൽ CPI സ്ഥാനാർത്ഥി തന്നെ LDF-ൽ നിന്ന് മത്സരിക്കാനാണ് സാധ്യത. വിജയസാധ്യത പ്രതീക്ഷിച്ച് UDF-ലെ പല നേതാക്കളും വയനാട് സീറ്റിൽ കണ്ണുവച്ചിട്ടുണ്ട്. നിലവിൽ T സിദ്ദിഖ്, VV പ്രകാശ്, MM ഹസൻ, ഷാനിമോൾ ഉസ്മാൻ എന്നിവരുടെ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. എന്നാൽ ആ വിശ്വാസത്തിൽ വാസ്തവമില്ലെന്നാണ് കാര്യങ്ങളും കണക്കുകളും സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ MA ഷാനവാസിന്റെ ഭൂരിപക്ഷം കുറഞ്ഞതും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ LDF മുന്നേറ്റവുമെല്ലാം ചിത്രം വ്യത്യസ്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം മുതൽ എല്ലാം നിർണായകമായേക്കാവുന്ന കടുത്ത മത്സരം തന്നെയാണ് വയനാട്ടിൽ നടക്കുക. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ ഭൂരിപക്ഷം കുറയ്ക്കാൻ സാധിച്ച ആത്മവിശ്വാസത്തിലും ശക്തമായ സ്ഥാനാർത്ഥി നിർണയത്തിലൂടെയും വിജയം തന്നെ ലക്ഷ്യമാക്കിയാണ് LDF മത്സരത്തിനിറങ്ങുന്നത്. നിലവിൽ 13,06,141 വോട്ടർമാരാണ് മണ്ഡലത്തിലുള്ളത്. അനൂപ് കയാർ, വയനാട്. ഇന്ത്യൻ വസ്ത്ര വിപണിയിലെ മുൻനിര ബ്രാൻഡായ നോർത്ത് റിപ്പബ്ലിക് പുതിയൊരു ബ്രാൻഡ് കൂടി കേരള വിപണിക്ക് പരിചയപ്പെടുത്തുന്നു. ഫ്രെറ്റിനി എന്ന ബ്രാൻഡിൽ കമ്പനിയുടെ പ്രീമിയം പ്രൊഡക്റ്റായാണ് പുതിയ ബ്രാൻഡ് വിപണിക്ക് പരിചയപ്പെടുത്തുന്നത്. അന്താരാഷ്ട്ര നിലവാരമുള്ള ഇറ്റാലിയൻ ഗീസയാണ് ഫാബ്രിക് ഫ്രെറ്റിനിയുടെ ബ്രാൻഡിലും ഉപയോഗിച്ചിരിക്കുന്നത്. നോർത്ത് റിപ്പബ്ലിക്കിന്റെ അംബാസിഡറായ നടൻ ടോവിനോ തോമസ് ആണ് ഫ്രെറ്റിനിയുടെയും ബ്രാൻഡ് അംബാസിഡർ. ആറ്റുകാൽ പൊങ്കാല ഒരുക്കങ്ങൾ 10 ദിവസത്തിനകം പൂർത്തീകരിക്കണമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. പൊങ്കാല ഉത്സവം പൂർണ്ണമായും പ്ലാസ്റ്റിക് വിമുക്തമാക്കുന്നതിനും നിർദ്ദേശം നൽകി. പൊങ്കാല മഹോത്സവത്തിന് മുന്നോടിയായി വിവിധ വകുപ്പുകളുടെ മുന്നൊരുക്കങ്ങളും മന്ത്രി വിലയിരുത്തി. ഈ മാസം 20-നാണ് ആറ്റുകാൽ പൊങ്കാല. ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് മുന്നോടിയായി വിവിധ വകുപ്പുകൾ നടത്തേണ്ട മുന്നൊരുക്കങ്ങൾ 10 ദിവസത്തിനകം പൂർത്തീകരിക്കാനാണ് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർദ്ദേശം നൽകിയത്. ഉത്സവ മേഖലയായ 31 വാർഡുകളിൽ റോഡുകളുടെ അറ്റകുറ്റപ്പണികളും നിർമ്മാണ പ്രവർത്തനങ്ങളും യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കാനും സീവേജ് ശുചീകരണം നടത്താനും അവലോകന യോഗത്തിൽ തീരുമാനിച്ചു. പൊങ്കാല ഉത്സവം പൂർണ്ണമായും പ്ലാസ്റ്റിക് വിമുക്തമാക്കുന്നതിനും മന്ത്രി നിർദ്ദേശം നൽകി. ഗ്രീൻ പ്രോട്ടോകോൾ കർശനമായിട്ട് പാലിക്കും. അന്നദാനം, കുടിവെള്ള വിതരണം ഈ 2 സ്ഥലങ്ങളിലും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടായിരിക്കും കാര്യങ്ങൾ നിർവഹിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളമുള്ള കർശനമായിട്ടുള്ള ഉപാധികൾ നമുക്ക് മുന്നോട്ട് വെച്ച് പോകാനായിട്ട് സാധിക്കണം. അപ്പോൾ നമുക്ക് ഹെൽത്ത് വിഭാഗത്തെയും ശുചിത്വ മിഷനെയും നമുക്ക് അതിനുവേണ്ടി ചുമതലപ്പെടുത്താം. 3500 പോലീസുകാരെ പൊങ്കാല ദിനത്തിലെ സുരക്ഷയ്ക്കായി നിയോഗിക്കും. 2000 വനിതാ പോലീസുകാരാണ് ക്ഷേത്രത്തിലെയും പരിസരത്തെയും സുരക്ഷാ ചുമതല നിർവഹിക്കുക. CCTV ക്യാമറകൾക്ക് പുറമെ ഡ്രോണിൽ ഘടിപ്പിച്ച ക്യാമറകൾ വഴിയും നിരീക്ഷണം നടത്തും. പൊങ്കാല കഴിഞ്ഞാൽ ഉടൻ തന്നെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ 2250 ജീവനക്കാരെ നിയോഗിക്കുമെന്ന് മേയർ VK പ്രശാന്ത് യോഗത്തിൽ വ്യക്തമാക്കി. അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കുന്നതിന് മെഡിക്കൽ ടീമിനെയും നിയോഗിക്കും. ഉത്സവ ദിവസങ്ങളിൽ KSRTC ചെയിൻ സർവീസും നടത്തും.
പ്രത്യേക ട്രെയിൻ സർവീസുകളും കൂടുതൽ സ്റ്റോപ്പുകളും ആറ്റുകാൽ പൊങ്കാല ദിനം ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഒരിടവേള. കൊടും തണുപ്പിൽ വിറയ്ക്കുകയാണ് അമേരിക്ക. അന്റാർട്ടിക്കയേക്കാൾ കൂടിയ തണുപ്പാണ് പല ഭാഗങ്ങളിലും അനുഭവപ്പെടുന്നത്. നിരവധി തടാകങ്ങൾ വെള്ളമുറഞ്ഞ് ഐസായ അവസ്ഥയിലാണ്. യുഎസിലെ മിഷിഗൺ തടാകമാണ് വീഡിയോയിൽ കാണുന്നത്. വെള്ളം ഉറഞ്ഞ് ഐസായത് കാരണം കപ്പലിനു പോലും സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. അതിശക്തമായ തണുത്ത കാറ്റിന് വഴിവെക്കുന്ന പോളർ വോർട്ടെക്സ് എന്ന പ്രതിഭാസം മൂലമാണ് യുഎസിലെ മധ്യ പടിഞ്ഞാറൻ മേഖല അതിശൈത്യത്തിന്റെ പിടിയിലായത്. ഷിക്കാഗോയിൽ കഴിഞ്ഞ ദിവസം -20 ഡിഗ്രി വരെയായിരുന്നു താപനില താഴ്ന്നത്. ചരിത്രത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ താപനിലയാണിത്. 1985 ജനുവരി 20-നാണ് ഷിക്കാഗോയിൽ ഏറ്റവും കുറഞ്ഞ താപനിലയിൽ എത്തിയത്. അതിനേക്കാൾ കേവലം 9 ഡിഗ്രി സെൽഷ്യസ് മാത്രം വ്യത്യാസമാണ് വ്യാഴാഴ്ച രേഖപ്പെടുത്തിയത്. മിനസോട്ടയിൽ -45 മുതൽ 65 ഡിഗ്രി ഫാരൻഹീറ്റ് വരെ താപനില താഴ്ന്നു. 1800കളിലാണ് ഇത്രയും താഴ്ന്ന താപനില രേഖപ്പെടുത്തിയത്. പ്രദേശവാസികളോട് വീടിന് പുറത്തു പോകുമ്പോൾ ദീർഘശ്വാസം എടുക്കുന്നത് ഒഴിവാക്കാനും സംസാരം കഴിയുന്നതും ജനങ്ങൾക്ക് അധികൃതർ മുന്നറിയിപ്പ് നൽകി. അതിശൈത്യമുണ്ടാക്കിയേക്കാവുന്ന അപകടത്തിന്റെ രൂക്ഷത വിളിച്ചോതുകയാണ് ഇക്കാര്യം. ഡക്കോട്ട മുതൽ പെൻസിൽവാനിയ വരെയുള്ള സംസ്ഥാനങ്ങളിൽ 50 മില്യണിലധികം ജനങ്ങളെ അതിശൈത്യം ബാധിച്ചു. ഇതുവരെ 11 പേർ മരിച്ചുവെന്നാണ് CNN റിപ്പോർട്ട് ചെയ്യുന്നത്. ഇല്ലിനോയ്, മിഷിഗൺ, വിസ്കോൺസിൻ സംസ്ഥാനങ്ങളിൽ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്. കൊച്ചി വെടിവെപ്പ് കേസിൽ കേരള പോലീസ് തെരയുന്ന പിടികിട്ടാപ്പള്ളി രവി പൂജാരി സെനഗലിൽ പിടിയിലായതായി കർണാടക മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്ഥിരീകരിച്ചു. ഗിനിയ, ഐവറി കോസ്റ്റ്, സെനഗൽ, ബുർക്കിന ഫാസോ തുടങ്ങി 4-ലധികം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മാറി മാറി ഒളിവിൽ കഴിയുന്നതിനിടെയാണ് രവി പൂജാരി പിടിയിലാകുന്നത്. സായുധ പോലീസ് സംഘമാണ് ആന്റണി ഫെർണാണ്ടസ് എന്ന അപരനാമത്തിൽ ഒളിവു കേന്ദ്രങ്ങൾ മാറിക്കൊണ്ടിരുന്ന രവി പൂജാരിയെ സെനഗലിൽ നിന്ന് പിടികൂടിയത്. കഴിഞ്ഞ മാസം 19-നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തതെന്ന് കർണാടക മുഖ്യമന്ത്രി അറിയിച്ചു. ഭാര്യയ്ക്കും കുട്ടികൾക്കുമൊപ്പം ഇയാൾ ഒളിച്ചു താമസിക്കുകയായിരുന്നു. ഇയാളെ ഇന്ത്യക്ക് കൈമാറാനുള്ള സന്നദ്ധത സെനഗൽ അറിയിച്ചിട്ടുണ്ട്. ഒരാഴ്ചയ്ക്കകം പൂജാരിയെ ഇന്ത്യയിലെത്തിക്കുമെന്ന വിവരമാണ് ലഭിക്കുന്നത്. കൊലപാതകവും തട്ടിക്കൊണ്ടുപോകലുമടക്കം 60-ലധികം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പൂജാരിക്കെതിരെ കർണാടക പോലീസ് റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. കേരളത്തിനും കർണാടകയ്ക്കും പുറമെ മുംബൈ, ഗുജറാത്ത് പോലീസും ഇയാളെ വിട്ടുകിട്ടാനുള്ള നിയമ നടപടികളിൽ ആണ്. മനുഷ്യക്കടത്തടക്കമുള്ള കുറ്റകൃത്യങ്ങളിൽ മുംബൈ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഇയാളെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊച്ചി കടവന്ത്രയിലെ ബ്യൂട്ടി പാർലർ വെടിവെപ്പിന് പിന്നിൽ രവി പൂജാരി തന്നെയെന്ന് കേരള പോലീസും ഇതിനോടകം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV. സ്പോർട്സ്.